ശ്രീ ജയസഖിൽ, ഇപ്പൊ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കോടതിയിൽ സർക്കാർ പറഞ്ഞതാണ് ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ല എന്നുള്ളത്. പക്ഷേ ദേവസ്വം കമ്മീഷൻ ഉത്തരവിട്ട് 3 കോടി രൂപ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഇന്നിപ്പോൾ പുറത്തു വരുന്നത് ഈ അനുവദിക്കപ്പെട്ട അക്കൗണ്ടിൽ നിന്ന് അവിടുത്തെ ഞാൻ ആ ഹോട്ടലുകളുടെ ഒരു ബുക്കിംഗ് എമൗണ്ട് നോക്കിയപ്പോൾ പലയിടത്ത് ഇപ്പോൾ 19,000 രൂപ ഒരു ദിവസത്തെ മുറിയുടെ അവിടുത്തെ ഒരു വാല്യൂ ആണ്. ചിലയിടത്ത് 19,000 രൂപ, ചിലയിടത്ത് 24,000 രൂപ. ഈ നിലയ്ക്ക് ലക്ഷൂറിയസ് ആയ സൗകര്യങ്ങൾ നൽകി അത്യാഡംബരപൂർവ്വം ഡെലഗേറ്റ്സിനെ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത്. അതിന്റെ പണം ചെലവഴിച്ചിരിക്കുന്നത് പ്രാഥമികമായി ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നാണ്. അതിന് സ്പോൺസർമാരുടെ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്ത് തിരികെ വെക്കും, ഹൈക്കോടതിക്ക് കൃത്യമായ കണക്ക് കൊടുക്കും എന്ന വാദമാണ് നിലനിൽക്കുന്നത്. എങ്കിൽ പോലും അത് ഹൈക്കോടതിയെ ഇരട്ടത്ത് നിർത്തിക്കൊണ്ടല്ലേ അങ്ങനെ ചെലവഴിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത് കൃത്യമായ ഹൈക്കോടതിയുടെ ലംഘനം തന്നെയാണ്. ഹൈക്കോടതിയുടെ ഒരു വിധിയിൽ ഉണ്ടായിട്ടുള്ള ലംഘനം തന്നെയാണ്. കോടതിയെ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമാണെന്നൊക്കെ പ്രിയപ്പെട്ട അനിൽകുമാർ അവർ പറയുന്നത് കേട്ടു. എന്ത് വിജയമാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്? ഏത് തരത്തിലാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥത ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശബരിമല സന്നിധാനത്ത് നടത്തിയ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ ഭക്തർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസുകൾ ഏതെങ്കിലും പിൻവലിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കടന്നിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞേനെ. പക്ഷേ അത്തരത്തിലുള്ള ആത്മാർത്ഥത നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നിങ്ങൾ നടത്തിയത് കൊടിയ അഴിമതിയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, 8.5 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് നിങ്ങൾ നടത്തിയ അയ്യപ്പ സംഗമം ഏത് തരത്തിൽ വിജയിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? 8.5 കോടി രൂപയുടെ ചെലവെന്തിനാണ്? ഇത്തരത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് നേട്ടമാണ് ശബരിമലയിലോ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിനോ ഏതെങ്കിലും തരത്തിൽ വരുമാനമോ ഏതെങ്കിലും തരത്തിൽ ഗുണമോ ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ പറയുന്നു നിങ്ങൾ ആടിനെ പട്ടിയാക്കുന്ന വരുമാനം കണ്ടെത്താനുള്ള സംഗമമായിരുന്നില്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ആശയങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള സംഗമമായിരുന്നു, വരുമാനം കണ്ടെത്താനുള്ള സംഗമമായിരുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞല്ലോ ആ സംഗമം നടത്താൻ 1 രൂപ പോലും സർക്കാരിൽ നിന്ന് ചെലവാക്കില്ല, ദേവസ്വം ബോർഡിൽ നിന്ന് ചെലവാക്കില്ല എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനാണ്, ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്. ആ പറയുന്ന പരിപാടിയുടെ തലേ ദിവസം പോലും ബഹുമാനായ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? 1 രൂപ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കില്ല എന്ന് പറയുന്നു. ദേവസ്വം ബോർഡ് ഏത് തരത്തിലാണ് അഫിഡവിറ്റ് കോടതിയിൽ കൊടുത്തത്? ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും ചെലവാക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഉത്തരവിറക്കി ഈ പറയുന്ന 3 കോടി രൂപ ആർക്ക് കൊടുത്തു? ഊരാലിങ്കൽ സൊസൈറ്റി കൊടുക്കുകയാണ്. നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും അറിയാലോ ആരുടെയാണ് ഈ ഊരാലിങ്കൽ സൊസൈറ്റി എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി നിങ്ങൾ തിരിച്ച് ഈ ഫണ്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ച് കണ്ടെത്തി ഈ ഫണ്ട് തിരിച്ചു കൊണ്ടുവന്നാൽ പോലും ഇത് കൃത്യമായ കോടതി ലക്ഷ്യം തന്നെയാണ്. അനിൽകുമാർ അവരെ ഇത് കൃത്യമായ കോടതി ലക്ഷ്യം തന്നെയാണ്. അങ്ങനെ വക്കീലല്ലേ, അങ്ങേക്ക് ഇത് അറിയാൻ പാടില്ല എന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന കാര്യം ഏറ്റവും വലിയ ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങളുടെ കൊടിയ അഴിമതികൾ, നിങ്ങളുടെ കൊടിയ കുറ്റകൃത്യങ്ങളെല്ലാം പുറത്തു വരാതിരിക്കാനുള്ള നിങ്ങൾ നടത്തിയ ഒരു ഗംഭീരമായ അഭിനയമായിരുന്നു. നിങ്ങളോടൊപ്പം അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മാധു, വളരെ കൃത്യമായി പറയാം. നിങ്ങളോടൊപ്പം സാമുദായിക നേതാക്കൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ വളരെ സക്സസ് ആണെന്ന് പറയുന്നു. ഇന്ന് അതേ ബഹുമാനായ വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? CBI അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് പോലും തെറ്റുപറ്റി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ശബരിമലയിൽ അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് CBI അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെ അനിൽകുമാർ അവർ പറഞ്ഞു വെച്ച ഒരു കൺക്ലൂഷൻ ഞാൻ പറയുകയാണ്. നിങ്ങൾ പറയുന്നു ഈ പറയുന്ന പോലെ രേഖകളിൽ അത് ചെമ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഉദ്യോഗസ്ഥന് പറ്റിയ വീഴ്ചയാണ്. പക്ഷേ അത് അഴിച്ചു മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തുവിട്ട സമയത്ത് അത് സ്വർണ്ണമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ആധികാരികമായി പറയുകയാണ്. ഒരു കാര്യം പറയട്ടെ, സ്മാർട്ട് ക്രിയേഷന്റെ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട പ്രതിനിധി മാധ്യമങ്ങൾ മുഴുവനുമായി കൃത്യമായി പറയുന്നു, ഒരു പ്രാവശ്യമെങ്കിലും സ്വർണം ഗ്ലാഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്തരം ഉപകരണങ്ങൾ ഇവിടെ എടുക്കില്ല, വീണ്ടും അതിലേക്ക് സ്വർണം പൂശാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചെമ്പ് മാത്രമാണെന്ന് കൃത്യമായി പറയുന്നു. ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മൾ മറ്റേ ഒരു സിനിമയിൽ ഡെപ്പിക്കകത്ത് താക്കോലുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പോലെ ജഗദീഷും കൊച്ചിൻ ഹനീഫയും കൂടെ പറയുന്ന ഒരു സിനിമ പോലെ യഥാർത്ഥത്തിൽ ഈ സ്വർണം അവിടെ ഉണ്ട്. ഡെപ്പിക്കകത്ത് സ്വർണ്ണമുണ്ടോ താക്കോലുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ അവിടെ സ്വർണ്ണമുണ്ടോ എന്നുള്ള കാര്യത്തിൽ CPM പ്രതിനിധി കൃത്യമായ ഒരു മറുപടി പറയാൻ തയ്യാറാകണം.